ഹായ് സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ മട്ടർ പനീറാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസ്റ്റാർഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, പിന്നെ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയ്ക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു 4 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കിത് ചപ്പാത്തി, നാൻ അതിനൊക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതെല്ലാം ഒന്ന് ഇപ്പോൾ നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി അതേ കടായി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസ്റ്റാർഡ് ഓയിൽ തന്നെയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, ഇവയൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനകത്തേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലാതെ മസാല കരിഞ്ഞു പോകും. ഇനി നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് ടൈം എടുക്കും വഴന്ന് വരാൻ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വരണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാതെ അടി പിടിച്ചു പോകും. നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഓയിൽ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ വഴന്ന് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഞാൻ ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന സമയത്ത് 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പനീർ ഒരു 400 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പനീറൊക്കെ വേഗം കുക്കായിട്ട് വരും. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു സ്വാദാണ്, നല്ലൊരു സ്മെല്ലും ഒക്കെ വരും. അപ്പോൾ നമ്മുടെ മട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.